ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്കോക്കിൽ 6ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് 2 മോണ്യുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അമ്പലങ്ങളാണ്. വാട്ട് അരുൺ, വാട്ട് ഫോ. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പ്ലാറ്റിനം ഫാഷൻ മാളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു ടൂറിസ്റ്റ് റിവർ ബോട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഡേ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മെട്രോ സ്റ്റേഷനുണ്ട്. ആ മെട്രോ സ്റ്റേഷൻ്റെ പേര് BTS സഫൻ ടാക്സിൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ കീഴെ, അതിൻ്റെ തൊട്ട് താഴെയായി തന്നെയാണ് ഈ ഫെറി ഉള്ളത്. സാന്തോൺ ഫെറി എന്നാണ് ആ സ്ഥലത്തിൻ്റെ, ആ ഫെറിയുടെ പേര്. അപ്പോൾ ആ ഫെറിയിൽ നിന്ന് നമുക്ക് 1 ഡേ പാസ് എടുത്താൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ലൊക്കേഷനിലും പോകാവുന്നതാണ്. അങ്ങനെ ബോട്ടിലിരുന്നപ്പോഴാണ് ഞാനൊരു മനോഹരമായ കാഴ്ച കണ്ടത്. ഒരു ബോട്ട്, എനിക്കൊന്ന് ചരക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഒരു ചെറിയ ബോട്ടാണ് ഈ മൊത്തം ബോട്ടുകളെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കിങ് ടാക്സിൻ ദ ഗ്രേറ്റ് ബ്രിഡ്ജ്. ഇന്നലത്തെ ബസ് ടൂറിൽ നമ്മളിതിൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മളിന്ന് ബോട്ട് ടൂറിൽ ഇതിൻ്റെ താഴെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ റിവറിൻ്റെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ചാവോ ഫ്രയ റിവർ. ഇത് ആക്ച്വലി ബാങ്കോക്കിൻ്റെ നടുവിലൂടെ തന്നെ പോകുന്ന ഒരു റിവറാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഐക്കൺ സിയാം മാൾ. ഇത് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നിരുന്നു. അന്ന് നമ്മളൊരു ഫൗണ്ടൻ ഷോയൊക്കെ കണ്ടത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടെയും ശരിക്കും ആക്ച്വലി ബോട്ടിന് സ്റ്റോപ്പുണ്ട് മാളിലേക്ക്. പക്ഷേ ഞങ്ങൾ തൽക്കാലം ഇവിടെ ഇറങ്ങുന്നില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി അന്ന് വന്നിരുന്നു. മറ്റൊരു കാര്യം ഐക്കൺ സിയാമിനെ പറ്റി പറയാനുള്ളത്, ഇവിടെയുള്ള ഈ 2 ടവർ, ഐക്കൺ സിയാമിന് ചേർന്നുള്ള 2 ടവർ, അത് ആക്ച്വലി ബാങ്കോക്കിൽ തന്നെ ഏറ്റവും ഉയർന്ന കെട്ടിടമാണ്. അതുപോലെ തന്നെ മഹാനഖോൻ എന്ന് പറയുന്ന നമ്മൾ ഇന്നലെ പോയ ആ ഒരു ടവറും ബാങ്കോക്കിൽ തന്നെ 2ാമത്തെ ഉയർന്ന ബിൽഡിങ്ങാണ്. രണ്ടും തമ്മിൽ ഏകദേശം 1 മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വാട്ട് അരുൺ എന്ന മോണ്യുമെൻ്റ്, അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഇവിടെ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് 200 ബാത്താണ്. അപ്പോൾ പ്രവേശന ഫീസ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഈ വാട്ട് അരുൺ അല്ലെങ്കിൽ ടെമ്പിൾ ഡോൺ എന്ന് വിളിക്കുന്ന ഈ അമ്പലം വളരെ മനോഹരമാണ്, വളരെ ഉയർന്നതുമാണ്. ഇതിൻ്റെ വാസ്തുവിദ്യക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ആർക്കിടെക്ചർ കൊണ്ട് ഇത് പേര് കേട്ടതാണ്. മാത്രമല്ല ഇത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന പോർസലൈൻ അല്ലെങ്കിൽ കടൽ ഷെൽ അലങ്കാരങ്ങൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് തായ് ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ച് ഇവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കൂടുതലും കല്യാണം കഴിഞ്ഞ് എത്തുന്ന ചില കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ഫോട്ടോയ്ക്ക് വേണ്ടി അവരിവിടെ വരുന്നത് പോലെ തോന്നുന്നു എനിക്ക്. ഈ ടെമ്പിളിന് വാട്ട് അരുൺ എന്ന് പേര് വരാൻ കാരണം, വാട്ട് എന്ന് പറഞ്ഞാൽ അമ്പലം എന്നാണ്. അരുൺ എന്നുള്ളത് ഹിന്ദു ദൈവമായ അരുണ, അതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൂര്യൻ്റെ തേരാളി അല്ലെങ്കിൽ സാരഥിയായിരുന്ന അരുണ, അദ്ദേഹത്തിന് ോടുള്ള എന്തോ ഒരു കണക്ഷൻ മൂലമാണ് ഈ ടെമ്പിളിന് വാട്ട് അരുൺ എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ ടെമ്പിൾ ഏകദേശം 17th സെഞ്ച്വറി മുതൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ടെമ്പിളിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ റീസണബിളായിട്ട് പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടും.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാട്ട് അരുളിൽ നിന്ന് ബോട്ടെടുത്ത് വാട്ട് ഫോ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫെറയിൽ നിന്ന് 200 മീറ്റേഴ്സ് ഉണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ ഇതാണ് വാട്ട് ഫോ. ഇതിൻ്റെ ആക്ച്വൽ നെയിം ഡിഫറെൻ്റ് ആണ്, പക്ഷെ അത് ചുരുക്കി പറയുന്നതാണ് വാട്ട് ഫോ. ഈ ബാങ്കോക്കിൽ തന്നെ ഒരു പ്രശസ്തമായ ക്ഷേത്രം ആണ് വാട്ട് ഫോ. ഇപ്പോൾ ബുദ്ധൻ്റെ പ്രതിമ, അതായത് റിക്ലൈനിങ് ബുദ്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തശയനത്തിന് സമാനമായ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഏറെ പ്രസിദ്ധമായത്. ഏകദേശം 300 ബാത്താണ് ഇവിടെ എൻട്രി ഫീ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് റിക്ലൈനിങ് ബുദ്ധ. അത് 1832 പണി കഴിപ്പിച്ചതാണ്. ഏകദേശം 46 മീറ്റർ നീളവും 15 മീറ്റർ ഹൈറ്റുമുണ്ട് ഈ സ്റ്റാച്യുവിന്. ആക്ച്വലി ഈ സ്റ്റാച്യുവിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ബുദ്ധ നിർവ്വാണത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പുനർജന്മങ്ങളും ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് ഈ സ്റ്റാച്യുവിൻ്റെ അർത്ഥം. ബുദ്ധൻ്റെ ഈ കാൽപാദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏകദേശം 108 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് ഓരോ ഭാഗത്തും ഓരോ സിമ്പിളുകളാണ്. അതുപോലെ തന്നെ 108 ബ്രോൺസ് പാത്രങ്ങൾ അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ, പ്രാർത്ഥിക്കാൻ വരുന്നവർ ഇവിടെ ഓരോ പാത്രത്തിലും ഓരോ നാണയം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ലോക നേതാക്കളുടെ ഫോട്ടോസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ മുൻ വൈസ് പ്രസിഡൻ്റായ ഹമീദ് അൻസാരി ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു പ്രധാനപ്പെട്ട അമ്പലം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് ഈ കാണുന്നത്. ഫാറ ഉബസോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പ്രമുഖ സന്യാസിമാരെ ഒന്ന് പ്രഭാഷണങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം അമ്പലം പോലെയാണെങ്കിലും ഏതോ ഒരു ഇവൻറ്റിന് വേണ്ടി തയ്യാറാക്കുന്നത് പോലെ എനിക്ക് തോന്നി. പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിനായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പ്ലാറ്റിനം ഫാഷൻ മാളിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി രജതാ ദേവി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ മാളിനടുത്തായിട്ട് ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ബാങ്കോക്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഇവിടെ വളരെ ട്രാഫിക് വളരെ കൂടുതലുള്ള ഒരു തിരക്കേറിയ റോഡ് കൂടിയാണിത്. ഈ പ്ലാറ്റിനം മാൾ അല്ലാതെ ഇതിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ നമുക്ക് നടന്നു പോയാൽ ഒരുപാട് ലോക്കൽ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ ഷോപ്പുകളുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോകാവുന്നതാണ്. പ്ലാറ്റിനം മാൾ ആക്ച്വലി ബാങ്കോക്കിൻ്റെ ഒരു മെയിൻ ഷോപ്പിംഗ് അട്രാക്ഷൻ തന്നെയാണ്. ചെറിയ ക്യൂബായിട്ടുള്ള കടകളാണുള്ളത്. ശരിക്കും ആക്ച്വൽ മാളിനേക്കാൾ വ്യത്യസ്തമാണ്. അതൊരു നമ്മളൊരു സ്ട്രീറ്റിലൂടെ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഒരു മാളിൻ്റെ എല്ലാ സവിശേഷതകളും അതിനുണ്ട്. സാധാരണയായിട്ട് ഇവിടെ ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാഗ് തന്നെ, ഒരു ട്രോളി ബാഗ് തന്നെ മേടിച്ചിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് ആ ബാഗിലാക്കി പോവുകയാണ് പതിവ്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ലഘുഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ തന്നെയുണ്ട്. ഈ മാള് തന്നെ ഏകദേശം 6 നിലയോളം ഉണ്ട്. അതിൽ 5 നിലയോളം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അപ്പോൾ ഇത് മൊത്തം കണ്ടു തീരാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം വേണം. അപ്പോൾ അവിടെ നിന്ന് സാധനം മേടിച്ച് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ എന്ത് വേണമെങ്കിലും കിട്ടുന്നൊരു കടയാണ്. അതായത് ഫാഷൻ റിലേറ്റഡ് ബാഗ് ആവട്ടെ, അല്ലെങ്കിൽ ടീഷർട്ട്സ് ആവട്ടെ, ലേഡീസ് വിയേഴ്സ് ആവട്ടെ, എന്തായാലും അവിടെ കിട്ടുന്നതാണ്.
റീസണബിൾ റേറ്റുമാണ്. മാളിലെ പോലെയുള്ള അമിതമായ വിലയൊന്നും ഈടാക്കുന്നില്ല. റീസണബിളായിട്ടുള്ള റേറ്റാണ് അവിടെ എല്ലാം കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റിക്കിറങ്ങി മുകളിലത്തെ നിലയിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ചെറിയ ലഘു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവിടെയും ഇഷ്ടം പോലെ ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റും എല്ലാം കറങ്ങി തിരിഞ്ഞ് നടന്ന് തിരിച്ച് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോയി. അപ്പോൾ ഇതോടെ നമ്മുടെ തായ്ലൻഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നാളെ നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 11 മണിക്കാണ്. ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ബാംഗ്ലൂർക്ക് ഉള്ള ഫ്ലൈറ്റ്. അതിൻ്റെ വിശേഷങ്ങൾ നാളെ പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ അവസാനത്തെ ദിവസമാണ്. നമ്മളിവിടുന്ന് ഇന്ന് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഏകദേശം 11:20 ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടൊക്കെ നടന്ന് കാണാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓൺ ടൈം തന്നെയാണ്, ഡിലേ ഒന്നുമില്ല. അപ്പോൾ പ്രോബബ്ലി ആ സമയത്ത് തന്നെ ബോർഡ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. സോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ബാങ്കോക്കിൽ വളരെ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വളരെ മേഘാവൃതമായ ഒരു ആകാശം കണ്ടുകൊണ്ടാണ്. ഇനിയും അടുത്ത ട്രിപ്പ് വരെ കാത്തിരിക്കാം. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ. താങ്ക് യു.